താങ്ക് യു. പുതുവർഷത്തിലെ ഒഴിവുകാലം വന്നെത്തി. ഇത്തവണ വേനലവധിയിലേതുപോലെ കുട്ടികൾ സ്കൂളിൽ ഒത്തുചേർന്നില്ല. അവധി മുഴുവനായി തന്നെ അവർ വീട്ടുകാർക്കൊപ്പം ചെലവഴിച്ചു. ഞാൻ കീഴ്ശൂലെ എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തായിരിക്കും പുതുവർഷത്തിൽ, മികിത എല്ലാവരോടും പറഞ്ഞു. ശാസ്ത്ര പരീക്ഷണങ്ങളിൽ കമ്പം കയറി നടക്കുന്ന തായ്ച്ചായൻ ആഗ്രഹം മറ്റൊന്നായിരുന്നു. ഞാൻ വലിയേട്ടനോടൊപ്പം ഒരു ഫിസിക്സ് ലാബറട്ടറി കാണാൻ പോകും. കാത്തിരുന്ന ആ യാത്രയെക്കുറിച്ച് അവൻ മനക്കോട്ടകൾ കെട്ടി. ടാറ്റ, ഇനിയും സ്കൂൾ തുറക്കുമ്പോൾ. പരസ്പരം യാത്ര ചോദിച്ച് തങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്ത് ഓരോരുത്തരും പിരിഞ്ഞു. ടോട്ടോച്ചാൻ പോയത് സ്കീയിങ്ങിനാണ്. അച്ഛനോടും അമ്മയോടൊപ്പം ഓർക്കസ്ട്രയിൽ കണ്ടക്ടറും സെല്ലോ വായിക്കുന്ന ആളുമായ അച്ഛൻ്റെ സുഹൃത്ത് ഹിദിയോ സെയ്ത്തോയ്ക്ക് ഷിഗ മലമ്പ്രദേശത്ത് മനോഹരമായൊരു വീടുണ്ട്. എല്ലാ ശിശിരത്തിലും അവർ അവിടെ പോയി അദ്ദേഹത്തോടൊപ്പം താമസിക്കും. അങ്ങനെ കിൻഡർ ഗാർഡൻ ക്ലാസ്സിലായിരിക്കുമ്പോഴേ ടോട്ടോച്ചാൻ സ്കീയിങ് പരിശീലിച്ചു തുടങ്ങിയിരുന്നു. കുതിരകൾ വലിക്കുന്ന ഹിമശകടത്തിൽ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്കീയിങ്ങിനുള്ള മലയോര കേന്ദ്രത്തിലേക്ക് പോകേണ്ടത്. മനോഹരമാണ് അവിടം. വെളുവെളുത്ത ഹിമപ്പരപ്പ്, സ്കീ ലിഫ്റ്റിനോ മറ്റെന്തെങ്കിലുമോ ക്ഷതമേൽപ്പിക്കാത്ത വിധം ഉറപ്പുള്ളത്. പക്ഷേ ചെരിഞ്ഞ പ്രതലത്തിൽ അവിടെയിവിടെയായി മരക്കുറ്റികളുണ്ടാവും. അവിടെ സെയ്ത്തോയ്ക്കുള്ളതുപോലൊരു വീട് സ്വന്തമല്ലാത്തവർക്ക് ചെന്നാൽ താമസിക്കാനായി ജാപ്പാനീസ് മട്ടിലുള്ള ഒരേയൊരു സത്രവും പാശ്ചാത്യ രീതിയിലുള്ള മറ്റൊരു ഹോട്ടലും മാത്രമാണുള്ളതെന്ന് അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ധാരാളം വിദേശികൾ അവിടെ എത്താറുണ്ടത്രേ. ടോട്ടോച്ചാനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ അവൾ എലിമെന്ററി സ്കൂളിലെ 1ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണെന്ന് മാത്രമല്ല, അല്പാൽപ്പം ഇംഗ്ലീഷിന്റെ കഷ്ണങ്ങളൊക്കെയുണ്ട് കയ്യിൽ. താങ്ക് യു പറയേണ്ട വിധം അവൾ വശമാക്കി കഴിഞ്ഞു. അച്ഛനാണത് പഠിപ്പിച്ചത്. സ്കീയിങ്ങിന് വിദേശികൾ വളരെ പേരുണ്ടാവും. ഹിമപരപ്പിൽ സ്കീ അണിഞ്ഞു നിൽക്കുന്ന കൊച്ചു ടോട്ടോയെ കടന്നു പോകുമ്പോഴെല്ലാം അവളെ നോക്കി എന്തെങ്കിലും കളിവാക്ക് പറയാൻ അവർ മറക്കാറില്ല. ദാ ഒരു സുന്ദരിക്കുട്ടി എന്നോ മറ്റോ ആയിരിക്കും മിക്കപ്പോഴും അവർ പറയുക, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും. എന്തു തന്നെയായാലും ടോട്ടോച്ചാൻ അതൊന്നും മനസ്സിലാകാറില്ല. മനസ്സിലായാൽ തന്നെങ്കിലും തിരിച്ചെന്തെങ്കിലും പറയാനുള്ള കഴിവ് കഴിഞ്ഞ വർഷം വരെയും അവൾക്ക് തീരെ ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേക ശൈലിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ പറയാൻ ശ്രമിച്ചു, താങ്ക് യു. അതോടെ വിദേശീയരിൽ നിന്ന് കൂടുതൽ ഹൃദ്യമായ പുഞ്ചിരി അവൾക്ക് ലഭിക്കാൻ തുടങ്ങി. അവരുമായി അല്പാൽപ്പം കുശല പ്രശ്നം നടത്താൻ അവൾക്ക് കഴിയുമെന്നായി. ചിലപ്പോൾ ഒരു സ്ത്രീ അവളെ വാരിയെടുത്ത് കവിളിൽ ചേർത്ത് ഉമ്മവയ്ക്കും. മറ്റു ചിലപ്പോൾ ഒരു സുന്ദര പുരുഷൻ അവളെ ആശ്ലേഷിച്ച് കടന്നു പോകും. താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ നല്ലവരായ ചങ്ങാതിമാരെ കിട്ടുക, അതേതായാലും കൊള്ളാം, കൊച്ചു ടോട്ടോ വിചാരിച്ചു. ഒരു ദിവസം സുമുഖനായൊരു യുവ സന്ദർശകൻ ടോട്ടോച്ചാന്റെ അടുക്കിലേക്ക് വന്നു. വാക്കുകൾക്കുപരി അംഗവിക്ഷേപങ്ങൾ വഴി അയാൾ അവളെ ക്ഷണിച്ചു. സുന്ദരിക്കുട്ടി, എൻ്റെ സ്കീസിന്റെ മുന്നിലിരുന്ന് പറക്കാൻ വരുന്നോ? അച്ഛൻ അവൾക്ക് അനുവാദം നൽകി. താങ്ക് യു, ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു. അയാൾ സ്കീകൾ അടുപ്പിച്ചു വെച്ച് അവളെ കാലുകൾക്കിടയിലായി ഇരുത്തി. അവൾ കാൽമുട്ടുകൾ ഒതുക്കിപ്പിടിച്ച് പറ്റിച്ചേർന്നിരുന്നു. ഷിഗ മലമ്പ്രദേശത്ത് നീണ്ടു പരന്നു കിടക്കുന്ന മഞ്ഞൻ ചെരുവിന്റെ ഭംഗിയിലൂടെ കൊച്ചു ടോട്ടോയും കൊണ്ട് അയാൾ തെന്നി നീങ്ങി. കാറ്റിന്റെ കൈകളിലെന്ന പോലെ വായു അവളുടെ കാതുകളിൽ വന്നലച്ചു ചൂളം കുത്തി കടന്നുപോയി. മുന്നോട്ട് മറിഞ്ഞു പോകാതിരിക്കാൻ അവൾ കാൽമുട്ടുകൾ ഇറുക്കി പിടിച്ചു. നെഞ്ചിരിപ്പിന്റെ വേഗം വല്ലാതെ വർദ്ധിച്ചുവെങ്കിലും ഹരം പിടിപ്പിക്കുന്നതായിരുന്നു ആ സഞ്ചാരം. അവർ അവസാനിപ്പിച്ചതും കണ്ടു നിന്നവർ അനുമോദനപൂർവ്വം കൈയടിച്ചു. സ്കീയിൽ നിന്നിറങ്ങി കാണികൾക്ക് നേരെ തിരിഞ്ഞ് ടോട്ടോച്ചാൻ തലതാഴ്ത്തി വന്നിച്ചു. താങ്ക് യു, അവൾ പറഞ്ഞു. കൂടുതൽ ഉച്ചത്തിൽ കരഘോഷം മുഴങ്ങി. ഷ്നീഡർ എന്നായിരുന്നു അയാളുടെ പേര്. വെള്ളികൊണ്ടുള്ള സ്കീ പോളുകളിൽ തെന്നി നീങ്ങുന്ന ആ ചെറുപ്പക്കാരൻ ലോകപ്രശസ്തനായൊരു സ്കീയറാണെന്ന് അവൾക്ക് മനസ്സിലാകാൻ കാലം പിന്നെയും ഒരുപാട് കഴിയേണ്ടിയിരുന്നു. എങ്കിലും അന്നേ ദിവസം അവൾക്ക് അയാളെ ഇഷ്ടമായി. എന്തായിരുന്നു അവളുടെ ഇഷ്ടത്തിന് കാരണം? മലഞ്ചെരുവിലെ സാഹസികമായ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇരുവരെയും കാണികൾ കൈയടിച്ച് അഭിനന്ദിച്ചപ്പോൾ മഞ്ഞിൻ പരപ്പിൽ കുന്തിച്ചിരുന്ന് കൊച്ചു ടോട്ടോയുടെ കൈ പിടിച്ചുയർത്തി ഒരു സുപ്രധാന വ്യക്തിയോടെന്നോണം അയാൾ പറഞ്ഞു, താങ്ക് യു. കൊച്ചുകുട്ടിയായല്ല, ഒരു ആദരണീയ വനിതയായാണ് അവളെ അയാൾ കണക്കാക്കിയത്. അഭിനന്ദിക്കാനായി അയാൾ കുനിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം മന്ത്രിച്ചു.
എന്ത് നല്ലയാൾ. അയാൾക്കപ്പുറം വിദൂരങ്ങളിൽ ഹിമഭൂമികൾ പരന്നു കിടന്നിരുന്നു, അനശ്വരമെന്നോണം, അവിസ്മരണീയമെന്നോണം.